കോഴിക്കോട് ചേളന്നൂരിൽ ഡാനിഷ് ഡയറി ഫാമിനെതിരെ ജനകീയ മാർച്ച്. അനധികൃതമായി പ്രവർത്തിക്കുന്ന പശു വളർത്തൽ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവസ്ഥലത്തു നിന്നും അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, അനധികൃതമായാണ് ഈ ഡാനിഷ് ഡയറി എന്ന ഫാം പ്രവർത്തിച്ചു വരുന്നത്. അതിനെതിരെയാണ് നാട്ടുകാർ ജനകീയ മാർച്ച് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അജ്ന, നിലവിൽ ഇവിടെ ഇപ്പോൾ പ്രക്ഷോഭം ജനങ്ങളുടെ പ്രക്ഷോഭം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികളാണ് പ്രധാനമായും ഇവിടെ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി ഡാനിഷ് ഡയറി ഫാം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ ഡാനിഷ് ഫാമിന് നിലവിൽ 20 പശുക്കളെ മാത്രമേ വളർത്താനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ ഇപ്പോൾ 29ഓളം പശുക്കളാണ് ഈ ഫാമിൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാരും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, മറിച്ച് വലിയ രീതിയിൽ ഈ പ്രദേശവാസികളെ മുഴുവനായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. കാരണം എല്ലാ രാഷ്ട്രീയക്കാരും CPM ആവട്ടെ അല്ലെങ്കിൽ BJP ആവട്ടെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളും ഈ ഒരു പരിപാടി അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് അണിചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമരസമിതി കൺവീനർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ശരിക്കും എന്തിനാണ് ഈ ഒരു പ്രക്ഷോഭം നിങ്ങൾ നടത്തുന്നത്? ഈ ഫാം ഇവിടെ തുടങ്ങിയ സമയത്ത് ഇവിടെ 2ഓളം പശുക്കളെ കൊണ്ടുവന്ന് കൃത്രിമ ബീജോത്പാദനം നടത്തുന്ന ഒരു പദ്ധതി എന്ന രൂപത്തിലാണ് ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചത്. പക്ഷെ അന്ന് 3-4 പശുക്കളാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇതൊരു പശുഫാമാണ് എന്ന രൂപത്തിലേക്ക് മാറിയത്. അതിപ്പോ നേരത്തെ 20 എന്ന പശു തുടങ്ങാനുള്ള ഒരു ലൈസൻസോ ഒരു കാര്യമോ ഇദ്ദേഹം നേടിയിട്ടിരുന്നില്ല. ഒരു പഞ്ചായത്ത് അതിന്റെ ഒരു ലൈസൻസും ഇതിനില്ല. പഞ്ചായത്തിൽ ലൈസൻസിന് അപേക്ഷിച്ചിട്ട് പോലുമില്ല. പൊല്യൂഷൻ കൺട്രോളിൽ അപേക്ഷിച്ചിട്ടില്ല. തൊട്ടടുത്ത സമീപത്തുള്ള വീടുകളിൽ നിന്ന് പിന്നുള്ള ഒരു കൺസെന്റ് പോലും ഈ സ്ഥാപനത്തിന്റെ ആളുകൾ വാങ്ങിയിട്ടില്ല. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിലാണ് 10-20ഓളം പശുക്കളെ തുടക്കത്തിൽ കൊണ്ടുവന്ന് ഇന്ന് 30ഓളം പശുക്കൾ ഈ ഫാമിൽ ഉണ്ട്. അതിൽ നിന്ന് ഉണ്ടാവുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇയാൾ ഒരു 50 സെന്റ് സ്ഥലം ഇവിടെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അയാൾ വാടക കെട്ടിടത്തിലാണ് തുടങ്ങുന്നത്. 10 സെന്റ് സ്ഥലം മുകൾ ഭാഗത്ത് അയാൾ വാങ്ങിയിട്ട് അവിടെ വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങി. ഈ സ്ഥാപനത്തിൽ വന്ന് ഈ പശുവിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു സംവിധാന അവാർഡ് ആ ഫാമിന്റെ അകത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഈ ഫാമിന്ന് വരുന്ന മാലിന്യങ്ങളുടെ മൂത്രവും മറ്റും തൊഴുത്ത് കഴുകുന്ന വെള്ളവും എല്ലാം തുറസ്സായ പൊതുസ്ഥലങ്ങളിലേക്ക് ഒഴുക്കി വിടുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതിലാണ് ജനങ്ങൾക്കുള്ള പ്രതിഷേധം. അത് മാത്രമല്ല, തൊട്ടടുത്ത കിണറുകളിലൊപ്പം തന്നെ ഇപ്പം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ 4 കിണറുകൾ, തൊട്ടടുത്തുള്ള 4 കിണറുകളിൽ നിന്ന് വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റില്ല. അവർ ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവരികയാണ്. കാരണം അതിന്റെ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇതിന്റെ അംശമുണ്ട് എന്നാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ വലിയ പാരിസ്ഥിതിക പ്രശ്നം വീണ്ടും ഉണ്ടാകുന്ന രൂപത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി പോകുന്നത്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു അടച്ചുപൂട്ടാൻ പറഞ്ഞു എങ്കിലും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് പോലും അതിന്റെ അകത്ത് വീണ്ടും നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. എന്താണ് ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളത്? സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളത് ഒരു 3-ാം തീയതി, ഈ മാസം 3-ാം തീയതിയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകി. 10 ദിവസത്തിന്റെ ഉള്ളിൽ സ്ഥാപനത്തിലെ പശുക്കളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി ഫാം അടച്ചു പൂട്ടിയിട്ട് ഈ വിവരം പഞ്ചായത്ത് ഓഫീസിൽ അറിയിക്കണമെന്നാണ് കൊടുത്ത നിർദ്ദേശം. അതിനുശേഷമാണ് വീണ്ടും അവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. അവിടെ അപ്പോൾ ആ ഫാമിന്റെ അകത്ത് വലിയ ടാങ്ക് JCB ഉപയോഗിച്ചുകൊണ്ട് വലിയ ടാങ്ക് കിണറ് കുഴിച്ചുകൊണ്ട് അതിന്റെ അകത്ത് ഈ മാലിന്യം തള്ളാനുള്ള പരിപാടിയാണ്. അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ തൊട്ട് ചെങ്കുത്തായ പ്രദേശമാണ്. ഈ മുകളിൽ ഭാഗത്തു നിന്ന് ഈ ഒഴുകി വരുന്ന എല്ലാ മാലിന്യങ്ങളും താഴെ കിണറുകളിലേക്ക് വരുന്ന സമീപനം ഉണ്ടാകും. ഇവിടെ നേരത്തെ തൊട്ടടുത്ത് ഒരു ഹോട്ടൽ നടത്തിയിട്ട്, റോഡ് സൈഡിൽ ഒരു ഹോട്ടൽ നടത്തിയിട്ട് അന്ന് ഇതേ ഒരു മാലിന്യ പ്രശ്നം ഉണ്ടായതാണ്. താഴത്തുള്ള കിണറുകളിൽ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസാനം ഹോട്ടൽ പൂട്ടേണ്ട ഒരവസ്ഥയിലാണ് ഉണ്ടായത്. ആർക്കെങ്കിലും രോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആസ്മ രോഗികളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയില്ല. കാരണം ആ സമയത്താണ് ഇദ്ദേഹം തുറന്നു വിടുക. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ആ അസഹനീയമായ സ്മെല്ലാണ്. നമ്മളൊരു മറ്റ് കക്കൂസ് മാലിന്യത്തിന്റെ സ്മെല്ല് മാതിരിയുള്ള സ്മെല്ലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അത്രയും വലിയ പ്രയാസമില്ല. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ആകെ അണിനിരത്താൻ വേണ്ടി കഴിഞ്ഞത്. ജനങ്ങളാകെ ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഈ കിണറുകളിലേക്ക് ഇത്തരത്തിലുള്ള മാലിന്യം ഒഴുക്കി വിട്ടതിന് ശേഷം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്? ശ്വാസം മുട്ടല്, അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി. ചില സമയത്ത് എന്തെങ്കിലും ഈ മാലിന്യത്തിന്റെ കത്തിക്കുന്ന ഒരു സമീപനം ഉണ്ടാവാറുണ്ട്. ചില പുല്ല്, അങ്ങനെയുള്ള ഈ പുല്ല് എന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് വരുന്ന സാധനം അത് കത്തിക്കും. ആ കത്തിക്കുന്ന സമയത്ത് പുറത്ത് ആളുകൾ
തളർന്നു വീകുന്ന ഒരു സമീപനം ഉണ്ടായി. ഒരു ദിവസം രാത്രി ആളുകളെല്ലാം കുഴഞ്ഞു വീഴുക, പിന്നെ വലിയ പ്രയാസമായ സമയത്ത് ഞങ്ങൾ പോലീസ് പരാതി കൊടുത്തു. പോലീസിൽ ഇക്കാര്യത്തിൽ പരാതി കൊടുക്കുക എന്നല്ലാണ്ട് അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ പഞ്ചായത്തും പൊല്യൂഷൻ കൺട്രോളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടണം എന്നാണ് പറയുന്നത്. പഞ്ചായത്തിന് മുൻപാകെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് എത്ര കാലമായി? പഞ്ചായത്ത് ഞങ്ങൾ ഈ വിഷയം കത്തി നിന്ന സമയത്ത് തന്നെ പഞ്ചായത്തിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പഞ്ചായത്ത് പറയുന്നത്. ഞങ്ങൾക്ക് പഞ്ചായത്ത് നേരത്തെ ഞങ്ങളോട് പറഞ്ഞത് പഞ്ചായത്തിൽ ഇത് അടച്ചുപൂട്ടാൻ കഴിയില്ല, അടച്ചുപൂട്ടണമെങ്കിൽ പിന്നെ പൊല്യൂഷൻ കൺട്രോളിലും ഹെൽത്തും ആണ് ഇത് ആദ്യം ചെയ്യേണ്ടത് എന്നായിരുന്നു പറഞ്ഞ്. വീണ്ടും ഞങ്ങൾ അങ്ങനെയാണ് ഈ ജനകീയ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസം ഒരു ദിവസം പകൽ ഈ റോഡ് നിങ്ങൾ നിൽക്കുന്ന ഈ റോഡുകളിൽ പിന്നെ ഉരുൾപൊട്ടുന്ന മാതിരി ഈ മാലിന്യം ചാളവും ഒഴുകി വരിക റോഡ് മെയിൻ റോഡ് വരെ എത്തി. ആ സമയത്ത് ജനങ്ങൾ ഒന്നായിട്ട് തെരുവിലിറങ്ങി. കാക്കൂർ പോലീസിലും പരാതിയുമായിട്ട് പോയി, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ എല്ലാവരും പ്രതിഷേധം, പോലീസ് കേസെടുക്കാൻ, മാലിന്യത്തിന് കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒന്നാകെ ഇവിടെ റോഡ് ഉപരോധിക്കുന്ന സമീപനത്തിലേക്ക് എത്തി. റോഡുമ്പോൾ കുത്തിരിഞ്ഞ് ഞങ്ങൾക്ക് ഇതിൽ പ്രശ്നത്തിന് പരിഹാരം ഇതിൽ കേസെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സമരത്തിന്റെ എല്ലാം ഭാഗമായി കൊണ്ട് പോലീസ് കേസെടുക്കാൻ തയ്യാറായി, FIR ഇട്ട് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ വന്ന് പരിശോധിച്ചു. ഇവിടെ ആരും ഈ ഫാമിൽ പോയി പരിശോധന നടത്തിയാൽ ഈ ഫാമിൽ നല്ല വൃത്തി ഉണ്ടാവും. ആളുകൾ വരുന്ന സമയത്തൊക്കെ ക്ലീനാക്കി ഡീസൈൻ ഉണ്ടാക്കി വെക്കും. പക്ഷെ അവിടെ മാലിന്യവും ഈ ഉണ്ടാകുന്ന ടാങ്കിലാക്കിയിട്ട് തൊട്ട പറമ്പിലേക്ക് തള്ള, അപ്പോൾ അതിന്റെ സ്മെല്ല് ആ ഉള്ളിൽ ഉണ്ടാവില്ല. ആ വരുന്ന ആളുകൾക്ക് പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫാമിൽ ഒരു പ്രശ്നം കാണുന്നില്ല എന്ന സർട്ടിഫിക്കറ്റാണ് ആദ്യം കൊടുത്തത്. വീണ്ടുമാണ് ഈ പ്രശ്നങ്ങൾ വന്ന സ്ഥിതിക്ക് തൊട്ടടുത്ത കിണറുകളിലൊക്കെ പരിശോധനാ റിപ്പോർട്ടും എല്ലാം ഞങ്ങൾ വെച്ചു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വീണ്ടും പോയി DMOയ്ക്ക് പരാതി ഒക്കെ അയച്ചപ്പോഴാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വന്ന് കൃത്യമായിട്ട് ആ വിവരം റിപ്പോർട്ട് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഇപ്പോൾ ശോഭമോ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതിനു മുൻപ് ഈ ഡാനിഷ് ഫാമിലെ ഇതിന്റെ പ്രധാന ഉടമസ്ഥനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഉടമസ്ഥനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രശ്നം അയാളൊരു ധിക്കാരപരമായിട്ട് എനിക്ക് ഇതിന്റെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തോ സംഭവമാണ് എന്ന രൂപത്തിലുള്ള സമീപനമാണ് അയാൾ സ്വീകരിക്കുന്നത്. അജുന, അത് തന്നെയാണ്. അതായത് ഈ ഒരു ഫാമിന് നിലവിൽ അതായത് കെട്ടിട നമ്പറോ അല്ലെങ്കിൽ മറ്റു അനുമതിയോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ ഫാം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ നാട്ടുകാരുൾപ്പെടെ പറയുന്ന ഒരു കാര്യം. അനധികൃതമായിട്ടാണ് ഈ കെട്ടിടം ഇവിടെ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫാം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഈ നിരവധി രോഗികൾ, അതായത് ആസ്മ പോലുള്ള പേഷ്യൻസ് ഇവിടെയുണ്ട്. ഇവർക്ക് പോലും നിലവിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാൻ ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ആളുകൾ, ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക്, അതായത് അറ്റകൈ പ്രയോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ അറ്റകൈ പ്രയോഗത്തിനായി ഇവർ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അജുന, കോഴിക്കോട് ചേളന്നൂരിൽ ഡാനിഷ് ഡയറി ഫാമിനെതിരെ ജനകീയ മാർച്ചാണ് നിലവിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനധികൃതമായാണ് അവിടെ ഫാം നടത്തിപ്പോകുന്നത്. 20 പശുക്കളെ വളർത്തേണ്ടിയെടുത്ത് 30 പശുക്കളെ വളർത്തുന്നു. അതിൻ്റെ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്കിടുന്നു. അത് ബാക്കിയുള്ള ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് നല്ല രീതിയിൽ പോകുന്ന കർഷകരെ കൂടെയാണ് ഇത് ബാധിക്കുന്നത്. നിലവിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പശു വളർത്തൽ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അഭിന പീച്ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.